പെരുന്നാൾ സന്ദേശത്തിൽ വഖഫ് നിയമ ഭേദഗതിയെ രൂക്ഷമായി വിമർശിച്ച് പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവി. വഖഫ് നിയമ ഭേദഗതി വിശ്വാസത്തിന് എതിരാണ്. വഖഫ് അള്ളാഹിന്റെ ധനമാണ്. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളാണ്. ബിൽ പാസായാൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയും ഇമാം പങ്കുവച്ചു. കേന്ദ്ര വഖഫ് കൌൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലിൽ. സഹോദരങ്ങളെ, വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആനിന്റെ തത്വമാണ്. ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം വഖഫ് ബില്ലിലെ KCBC നിലപാട് സ്വാഗതം ചെയ്ത് കേന്ദ്രം സങ്കുചിത താൽപര്യങ്ങൾ മാറ്റിവെച്ച് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. എല്ലാ എംപിമാരും ബില്ലിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. KCBC നിലപാടിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും എക്സിൽ പോസ്റ്റ് ചെയ്തു. നേരത്തെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന ആവശ്യവുമായി KCBC രംഗത്ത് വന്നിരുന്നു. ER രാഗേഷും VV അരുണും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. VV അരുണിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. അരുൺ, ഈ വഖഫ് ഭേദഗതി ബിൽ അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തും എന്നുള്ള ആ ഒരു സാഹചര്യത്തിലാണ് പാളയം ഇമാമിന്റെ വാക്കുകൾ വരുന്നത്. അദ്ദേഹം ഈ ഒരു ഈദ് സന്ദേശത്തിൽ വളരെ രൂക്ഷമായി തന്നെ ഭേദഗതി ബില്ലിനെ വിമർശിക്കുകയുണ്ടായി. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? ആര്യ, ചെറിയ പെരുന്നാൾ ദിനത്തിലും വഖഫ് നിയമ ഭേദഗതി വലിയ ചർച്ചയായി മാറുകയാണ്. വഖഫ് നിയമത്തെ നേരത്തെ തന്നെ മുസ്ലിം സംഘടനകൾ വഖഫ് ബില്ലിനെ നേരത്തെ തന്നെ മുസ്ലിം സംഘടനകൾ എതിർത്തതാണ്. ഇപ്പോഴും അതിശക്തമായ എതിർപ്പാണെന്ന് ഇന്നത്തെ ഈ പെരുന്നാൾ ദിന സന്ദേശത്തിൽ, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമുള്ള സന്ദേശത്തിൽ പാളയം ഇമാം സുഹൈബ് മൗലവി നടത്തിയത്. വഖഫ് ബില്ല് മുസ്ലിങ്ങൾക്ക് എതിരാണ്, അല്ലെങ്കിൽ ജനതാൽപര്യത്തിനെതിരാണ്. അത് മുസ്ലിങ്ങൾ മാത്രം എതിർക്കേണ്ട ഒന്നല്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റ് മതേതര വിശ്വാസികളും വഖഫ് ബില്ലിനെതിരെ രംഗത്ത് വരണം. വഖഫ് ബില്ല് നടപ്പാക്കിയാൽ അത് ആ ധനം നഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ ധനമാണ് വഖഫ്. അത് ദാനമായി നൽകുന്നതാണ്, ത്യാഗമായി നൽകുന്നതാണ്. അതിന് അവകാശികൾ മുസ്ലിങ്ങളാണ്, ദൈവമാണ്. അതുകൊണ്ട് തന്നെ അതിൽ മറ്റാർക്കെങ്കിലും കടന്നു കയറാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നൽകാനോ ഉള്ള അനുമതിയോ അവകാശമോ ഇല്ല. മാത്രമല്ല, ഈ വഖഫ് ഭൂമി, വഖഫിൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള സമിതികളിലും മുസ്ലിങ്ങളാണ് വേണ്ടത്, വിശ്വാസികളാണ് വേണ്ടത്. അമുസ്ലിങ്ങൾ അവിടേക്ക് വരാൻ പാടില്ല തുടങ്ങി വഖഫ് നിയമ ഭേദഗതി അടച്ചെതിർക്കുകയാണ് പാളയം ഇമാം ചെയ്തിട്ടുള്ളത്. സർക്കാർ തിരുത്താൻ തയ്യാറാകണം, ഈ ബില്ലുമായി മുന്നോട്ട് പോകരുത് തുടങ്ങിയ ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് തിരഞ്ഞെടുപ്പ് ദിവസം എന്ന് പറയുന്നത് ഈ പെരുന്നാൾ ദിനം, ചെറിയ പെരുന്നാൾ ദിനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രാഷ്ട്രീയ ചർച്ചയായി കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്തുള്ള വിഷയമാണ് വഖഫ് നിയമ ഭേദഗതി. അതിനെ അനുകൂലിച്ചൊരു വിഭാഗം രംഗത്ത് വരുമ്പോഴും ഒരു തരത്തിലും അംഗീകരിക്കാനായ നിലപാട് ആവർത്തിക്കുകയാണ് മുസ്ലിം സംഘടനകൾ. ഇന്നത്തെ ഈ പെരുന്നാൾ ദിന സന്ദേശത്തിലും പാളയം ഇമാം സുഹൈബ് മൗലവി വ്യക്തമാക്കിയതും അതുതന്നെയാണ്. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിയത്.